അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ബുക്കിനെ കുറിച്ചാണ്. അച്ഛൻ ആ ബുക്ക് ഇവിടെ ദിവസങ്ങളിൽ തന്ന സമയത്ത് ആ ബുക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി ഇവിടുന്ന് എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ മോക്ക് ഞാനത് അയച്ചു കൊടുത്തു. അതെന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു 28 ദിവസം ഇത് വായിക്കണം എന്ന്. അങ്ങനെ ഞാൻ അവരോട് അത് പറഞ്ഞു. ആ മോളെക്കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് ഹസ്ബൻഡിനോട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. പക്ഷേങ്കിൽ അവൾക്ക് ഒട്ടും എന്താണെന്നറിയില്ല, അവൾക്ക് ഒരു മോൻ ജർമ്മനിയിലും മോള് ദുബായിലുമാണ് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് കൊറിയർ ചെയ്ത ആ ബുക്ക് അവളുടെ കയ്യിൽ കിട്ടിയ ആ സമയത്ത് തന്നെ ആ മോള് എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ അവളുടെ അമ്മേനെ തന്നെ വിളിച്ച് അവരൊത്തിരി നേരം അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചു പറഞ്ഞു, ബെറ്റി ഇപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്, മോൾ ഒത്തിരി മാറിയെന്ന്. അങ്ങനെ ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു സൗഖ്യം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. യേശുവേ നന്ദി. യേശു നമ്മളിങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ പറയണം. കാരണം ഈ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുക. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഇത് വേർപെടുന്ന രീതിയിൽ. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ആദ്യം കോപ്പി ഇറക്കിയ സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് കോപ്പി റേറ്റ് ചോദിച്ചതിന് ശേഷം നമ്മൾ അടിച്ചിറക്കിയത്. 6 മാസത്തോളം ഉണ്ടായി ഈ പുസ്തകം നമുക്ക് അടിച്ചിറക്കാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് കാരണം പറയുന്നതിൻ്റെ തടസ്സം വരുന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു കൃപയുണ്ട്. 2014 തൊട്ട് ഇവിടെ ഈ ജപമാല ചൊല്ലുന്നുണ്ട്. അതിൻ്റെ അനുഗ്രഹം ഇവിടെ കിട്ടുന്നുണ്ട്. തടസ്സങ്ങളിൽ നിന്ന് വലിയ അത്ഭുതങ്ങൾ കർത്താവ് ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ പറയണം. ഇപ്പോൾ വിവാഹബന്ധം ഭിന്നതയുണ്ടായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത ആളും പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമ്മളെല്ലാവരും എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സാക്ഷ്യം കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലാതെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നതല്ല മറ്റുള്ള. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞു. അല്ലേ?